ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കണ്ടീഷണൽ ഫോമാറ്റിംഗ്. കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ മെയിനായിട്ട് കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്യാറ് നമ്മുടെ കോളം ഹൈലൈറ്റ് ചെയ്യാനാണ് അല്ലേ. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ റോസ് ഹൈലൈറ്റ് ചെയ്യാനും നമ്മുടെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ ഈ ഡാഷ്ബോർഡൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നമുക്ക് ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടീഷണൽ ഫോമാറ്റിംഗ് നമ്മുടെ ഹോം ടാബിൽ തന്നെയാണ്. ഇതാ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് സെൽ റൂൾസ്, ടോപ്പ് ബോട്ടം റൂൾസ്, ഡാറ്റാ ബാർസ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഈ ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ എനിക്കിവിടെ ഈ ഒരു സാലറീൻ്റെ കോളം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതായത് എബവ് 30,000 ആരൊക്കെ വാങ്ങുന്നുണ്ട് എന്ന് എനിക്ക് അറിയണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു കോളം ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൗസ് പിടിച്ച് ഡ്രാഗ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യാം അല്ലേ. കൺട്രോൾ ഷിഫ്റ്റ് ആൻഡ് ഡൗൺ ആരോ, ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോവുക. ഹൈലൈറ്റ് സെൽ റൂൾസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ വരുന്നതായിരിക്കും. ഫോമാറ്റ് സെൽസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ എന്നുള്ളിടത്ത് നമ്മൾ ഈ ഒരു ഡിജിറ്റ്സ് മാറ്റിയിട്ട് നമുക്ക് എന്താണോ ഹൈലൈറ്റ് ചെയ്ത് വരേണ്ടത്, അതായത് എബവ് 30,000 ഉള്ളവരെയാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ അവിടെ 30,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് ഫോമാറ്റിംഗ് ആണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നുകിൽ നമുക്ക് ഇവിടെയുള്ള ഈ ഓപ്ഷൻസ് എടുക്കാം, അതല്ല എങ്കിൽ കസ്റ്റം ഫോമാറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഫോൺ ഫോമാറ്റിംഗ് യൂസ് ചെയ്യാം, അതല്ല ബോർഡർ ആണ് വേണ്ടെങ്കിൽ ബോർഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫിൽ കളറാണ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതാ നമുക്കിവിടെ എബവ് 30,000 ഉള്ള എല്ലാ സാലറിയും ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. എന്നാൽ എനിക്കിപ്പോൾ 30,000 കൂടി ഹൈലൈറ്റ് ചെയ്ത് വരണമെന്നിരിക്കട്ടെ. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്ഷൻ കൂടി വേണമെന്നിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോവുകയാണ്. ഹൈലൈറ്റ് സെൽ റൂൾസിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ മാനേജ് റൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെയുള്ള വിൻഡോ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൽ കറണ്ട് സെലക്ഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ദിസ് വർക്ക്ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു റൂൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ള ഗ്രേറ്റർ ദാൻ 30,000 എന്നുള്ളതല്ലേ, അതാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ ഇവിടെ എഡിറ്റ് റൂൾ എന്നുള്ള ഓപ്ഷൻ എടുക്കാം, അതല്ലെങ്കിൽ നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് മാറ്റിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് മാനേജ് റൂൾസിൽ കളർ കൂടി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഓക്കെ, എഗെയിൻ ഓക്കെ. കണ്ടോ ഇപ്പോൾ കളറും മാറിയിട്ടുണ്ട്. ഇനി 30,000 ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. കണ്ടോ ഇപ്പോൾ 30,000 കൂടി ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാനേജ് റൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടു. ഇതിൽ തന്നെ ലെസ് ദാൻ ഓപ്ഷൻ ഉണ്ട്, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെയുള്ളൊരു ഓപ്ഷനാണ് ക്ലിയർ റൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള റൂൾസ് ഒന്നും തന്നെ നമ്മുടെ വർക്ക്ഷീറ്റിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൂള് വേണ്ട എന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോവുക. ക്ലിയർ റൂൾസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ക്ലിയർ റൂൾസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ്, അതേപോലെ തന്നെ ഫ്രം എൻറ്റയർ ഷീറ്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻ. മുഴുവൻ ഷീറ്റിലെ റൂളും കളയണമെന്നാണെങ്കിൽ എൻറ്റയർ ഷീറ്റ് സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ സെലക്ട് ചെയ്ത സെൽസിൽ മാത്രം റൂൾ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻറ്റയർ ഷീറ്റ് എന്നുള്ളതാണ്, കാരണം നമ്മൾ ഒരു റൂളേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻറ്റയർ ഷീറ്റ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്ലൈ ചെയ്തിട്ടുള്ള ഫോമാറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് റോസ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ സാലറി മാത്രമുള്ള കോളം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കണ്ടത് അല്ലേ. എന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് റോസ് കൂടി ഹൈലൈറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ പോയിട്ട് ന്യൂ റൂൾ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഇപ്രാവശ്യം എടുക്കേണ്ടത്. ഓർക്കുക,
നമ്മൾ എപ്പോഴൊക്കെ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് സെൽസ് ഹൈലൈറ്റ് ചെയ്യുന്നു, അതായത് ഹൈലൈറ്റ് സെൽ റൂൾസ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോളം മാത്രമേ ഹൈലൈറ്റ് ആയിട്ട് വരുള്ളൂ. എന്നാൽ റോസ് കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ റൂൾസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. റൂൾസ് കൊണ്ട് മാത്രമേ റോസ് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് ഓർമ്മിക്കുക. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോമാറ്റ് എന്നുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെയായിട്ടാണ് ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തത് തന്നെയാണ്, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാലറി കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമ്മുടെ D2 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഡോളർ സൈൻ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോളമാണ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റോയിൻ്റെ ഡോളർ സിമ്പിൾ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കോളം ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ അതിനുശേഷം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ഇടുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, 30,000 എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫോമാറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. ഞാനിതിൽ നിന്ന് ഒരു കളർ സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ റോസൊക്കെ തന്നെയും ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 30,000 ഒന്ന് മാറ്റി കൊടുക്കട്ടെ. 30,000 മാറ്റണമെങ്കിൽ ഞാനിപ്പോൾ മാനേജ് റൂൾസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോവുകയാണ്. അതിൽ മാനേജ് റൂൾസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. കറണ്ട് സെലക്ഷൻ മാറ്റിയിട്ട് ദിസ് വർക്ക് ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇതാണ് നമ്മുടെ റൂള്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ആ വാല്യൂ ഒന്ന് 50,000 എന്നാക്കുകയാണ്. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ നമുക്ക് എബവ് 50,000 ഉള്ളവരൊക്കെ തന്നെയും ഹൈലൈറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ട റോസ് കണ്ടീഷൻ കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നോ ആ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ സാലറിക്ക് എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു സാലറിയുടെ സെല്ലിൽ വരുന്നതായിരിക്കും അല്ലേ. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഞാനിതാ ഇവിടെയായിട്ട് എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണോ നമുക്കുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ തന്നെയും പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളിപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാറ്റ ടാബിലേക്ക് പോവുകയാണ്. ഡാറ്റ ടാബിൽ ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഇവിടെ എലൗ എന്നുള്ളിടത്ത് ലിസ്റ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സോഴ്സ് ആണ്. അപ്പോൾ ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ സോഴ്സ് എവിടെയാണുള്ളത്, നമ്മുടെ വർക്ക് ഷീറ്റിലല്ലേ, അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഒപ്പം ഞാനൊരു ബ്ലാങ്ക് സെല്ല് കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കാണാം നമുക്ക് ഈ ഒരു സെല്ലിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ ഒരു ഡാറ്റ ഇവിടെ വേണ്ട അല്ലേ. അതായത് സോഴ്സ് റിപ്പോർട്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഈ ഡാറ്റേൻ്റെ താഴെ ഇട്ടുകൊണ്ട് എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹൈഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഈ സോഴ്സ് ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഹോം ടാബിൽ വന്നിട്ട് നമ്മുടെ ഈ ഫോണ്ടിൻ്റെ കളർ വൈറ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ആർക്കും മനസ്സിലാവില്ല നമ്മളവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ കൺട്രോൾ സെറ്റ് അടിച്ച് നമ്മുടെ ഡാറ്റ ഒന്ന് തിരിച്ചു കൊണ്ടുവരികയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഡാറ്റ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ 1 അതായത് ഫോമാറ്റ് സെൽസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കാൻ പോകുന്നത്. അതിന് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ 1 ആണ്. ദെൻ അതിൽ കസ്റ്റമിൽ പോവാം. ഈ ജനറൽ എന്നുള്ള ഓപ്ഷൻ അവിടെ മാറ്റിയിട്ട് അവിടെ 3 സെമിക്കോളൻ ഒന്ന് ഇട്ട് കൊടുക്കുക. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും ഹൈഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ സാലറീൻ്റെ സമ്മ് കാണണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ സമ്മീഫ് ആണ്. പാരന്തസിസ് ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ റേഞ്ചാണ് ആദ്യത്തെ ആർഗ്യുമെൻറ്റ് അല്ലേ. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ കോളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ ആണ്. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ? ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണോ വരുന്നത് അല്ലേ, അതല്ലേ നമ്മുടെ ക്രൈറ്റീരിയ. അപ്പോൾ അതൊന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെല്ലൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സം റേഞ്ച് ആണ്. അതായത് നമ്മൾ എന്തിൻ്റെ സമ്മാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സാലറീൻ്റെ സമ്മാണ് വേണ്ടത്. സോ ആ കോളം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു.
എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അഡ്മിൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതാണ് അഡ്മിനുള്ള ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സാലറി സം ചെയ്ത് ഈ ഒരു സെല്ലിൽ വരുന്നതായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനനുസരിച്ച് നമ്മുടെ സെൽസ് ഹൈലൈറ്റ് ചെയ്ത് വരണം, അല്ലേ, റോ കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡാറ്റയൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ പോയിട്ട് ന്യൂ റോൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ദെൻ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോമാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോളം ഫിക്സ് ചെയ്യുന്നു, അതായത് $സൈൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈക്വൽ ടു സിമ്പിൾ ഇടുന്നു. ദെൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സെല്ല് കൂടി ഒന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ആരോ ക്ലിക്ക് ചെയ്യുന്നു, തിരിച്ചിവിടെ വരുന്നു. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫോമാറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫില്ല് എടുത്തിട്ട് ഒരു കളർ ഇവിടെ ഫില്ല് ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അഗെയിൻ ഓക്കെ. കണ്ടോ, ഇപ്പം നമുക്ക് IT ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരുടെ സമ്മാണ് നമുക്ക് ഇവിടെയുള്ള ഈ സാലറിയുടെ സെല്ലിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്താലും അവരുടെ സാലറിയുടെ സമ്മും കിട്ടും, അതേപോലെ തന്നെ അവരൊക്കെ തന്നെയും ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഇനി നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് മാത്രമല്ല, കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. മെയിൻ ആയിട്ടുള്ള 3 യൂസസ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമ്മുടെ സാലറിയുടെ കോളം സെലക്ട് ചെയ്തിട്ട് ലെസ് ദാൻ എന്നുള്ള ഓപ്ഷനാണ് ഇപ്രാവശ്യം എടുക്കാൻ പോകുന്നത്. അതിൽ ഞാനിവിടെ 30,000 ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരേണ്ടത് ബിലോ 30,000 ഉള്ള വാല്യൂസ് ആണ്, അല്ലേ. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമുക്ക് 30,000 ബിലോ ഉള്ളവരെല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വാല്യൂ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് എബവ് 30,000 ആക്കുകയാണ്. 38,000 സംതിങ് ആക്കിയിട്ടുണ്ട്. എൻ്റർ കീ അടിച്ച ഉടനെ തന്നെ അത് വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് നമ്മൾ എന്ത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ച്, അതായത് നമ്മൾ കണ്ടീഷൻ ചേഞ്ച് ആയി, അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫോമാറ്റിങ്ങും മാറുന്നതായിരിക്കും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് എ ഡേറ്റ് ഒക്വറിങ് എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എ ഡേറ്റ് ഒക്വറിങ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ലാസ്റ്റ് മന്ത് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ലാസ്റ്റ് മന്ത് മാത്രം അവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളമാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എന്നുള്ള ഓപ്ഷൻ കാണിച്ചു തരാനാണ്. ഞാനിവിടെ അഡ്മിൻ എന്ന് കൊടുക്കുകയാണ്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, അഡ്മിൻ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെല്ലും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് അഡ്മിൻ്റെ AD എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെയും, അതായത് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ അല്ലേ ഓപ്ഷൻ കൊടുക്കുന്നത്, അപ്പോൾ അതിനുള്ള സെല്ല് കംപ്ലീറ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ നമ്മുടെ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന കോളം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം കണ്ടീഷണൽ ഫോമാറ്റിങ്ങിലേക്ക് പോവുകയാണ്. അതിൽ ഹൈലൈറ്റ് സെൽ റൂൾസിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നുള്ള ഓപ്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്ക് ഇഷ്ടമുള്ള ഫോമാറ്റിംഗ് സെലക്ട് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് നെയിംസ് ഉണ്ടായിരുന്നു, അതൊക്കെ തന്നെയും ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കുള്ള ഓപ്ഷൻസ് ആണ് ടോപ്പ് ബോട്ടം റൂൾസ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കണ്ടീഷണൽ ഫോമാറ്റിംഗിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവുന്നതായിരിക്കും. ഇനി എല്ലാ റൂൾസും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷണൽ ഫോമാറ്റിംഗിലേക്ക് തന്നെ പോയിട്ട് ക്ലിയർ റൂൾസ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് വർക്ക് ഷീറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ സെലക്ഷനിൽ നിന്നാണോ എന്നുള്ളത് കൂടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റൂൾസ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.